ആകാശത്തിലെ കൊട്ടാരം എന്ന് കേട്ടിട്ടുണ്ടോ? വിമാനത്തിനുള്ളിൽ ഷവർ ബാത്ത്, സ്വന്തമായി പ്രൈവറ്റ് സ്യൂട്ട്, മുന്നിലെ സ്ക്രീനിൽ ആയിരക്കണക്കിന് സിനിമകൾ. പറക്കുന്ന കൊട്ടാരം എന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്ന ഈ എയർലൈന്റെ പേരാണ് എമിറേറ്റ്സ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ആഡംബരപൂർണമായ അന്താരാഷ്ട്ര വിമാന കമ്പനികളിൽ ഒന്നാണ് എമിറേറ്റ്സ്. എന്നാൽ ഒരു കാലത്ത് സ്വന്തമായി എയർലൈൻ തുടങ്ങാൻ പണമില്ലാതെ പാകിസ്ഥാനിൽ നിന്ന് വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് യാത്ര തുടങ്ങിയ എമിറേറ്റ്സിനെ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ പറ്റുമോ? വെറും $10 മില്യൺ 2 വാടക വിമാനങ്ങളുമായി തുടങ്ങി ഇന്ന് ആകാശ സാമ്രാജ്യം ഭരിക്കുന്ന എമിറേറ്റ്സിന്റെ കഥ നിങ്ങൾക്കറിയാമോ? 1980കളുടെ തുടക്കം. ദുബായ് ഇന്നത്തെ പോലെ വലിയൊരു സാമ്പത്തിക ശക്തിയോ ടൂറിസ്റ്റ് കേന്ദ്രമോ ആയിരുന്നില്ല. അന്ന് ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, അബുദാബി എന്നിവർ ചേർന്ന് നടത്തിയ ഗൾഫ് എയർലൈൻ കമ്പനിയാണ് ദുബായിലേക്ക് പ്രധാനമായും സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ദുബായിലേക്കുള്ള സർവീസ് അവർ വെട്ടിക്കുറക്കുവാൻ തീരുമാനിച്ചു. ഇത് ദുബായിയുടെ കച്ചവടത്തെയും വളർച്ചയും ദോഷകരമായി ബാധിക്കുമെന്ന് അന്നത്തെ ദുബായ് പ്രതിരോധ മന്ത്രിയും ഇന്നത്തെ ഭരണാധികാരിയുമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്കൂം മനസ്സിലാക്കി. അദ്ദേഹം ഗൾഫ് എയർലൈനിനോട് സർവീസുകൾ കൂട്ടാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അത് റിജക്ട് ചെയ്തു. അതോടെ ഷെയ്ഖ് ഒരു തീരുമാനമെടുത്തു. എന്തുകൊണ്ട് ദുബായിക്ക് സ്വന്തമായ ഒരു എയർലൈൻ ഉണ്ടായിക്കൂടാ? അങ്ങനെ 1985-ൽ എമിറേറ്റ്സ് പിറവിയെടുത്തു. കമ്പനി തുടങ്ങാൻ അന്ന് ദുബായ് സർക്കാർ നൽകിയത് വെറും $10 മില്യൺ ആയിരുന്നു. എന്നാൽ ഈ ഒരു തുക കൊണ്ട് സ്വന്തമായി ഒരു വിമാനം വാങ്ങാൻ പോലും തികയുമായിരുന്നില്ല. തുടർന്ന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിൽ നിന്ന് ഒരു എയർബസ് A300യും ഒരു ബോയിങ് 737ഉം വാടകയ്ക്കെടുത്തു. പാകിസ്ഥാനി പൈലറ്റ്മാരുടെയും ജീവനക്കാരുടെയും സഹായത്തോടെ 1985 ഒക്ടോബർ 25-ന് എമിറേറ്റ്സിന്റെ ആദ്യ വിമാനം ദുബായിൽ നിന്ന് കറാച്ചിയിലേക്ക് പറന്നുയർന്നു. എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് എമിറേറ്റ്സ് മാനേജ്മെന്റിന് വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാരിൽ നിന്ന് ഇനിയൊരു പൈസ പോലും സബ്സിഡിയായി പ്രതീക്ഷിക്കരുത്. ലോകത്തിലെ മുൻനിര കമ്പനികളോട് മത്സരിച്ച് തനിയെ ലാഭത്തിലാക്കണം. എമിറേറ്റ്സ് വിജയിക്കാൻ പ്രധാനമായും 3 തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. ഒന്നാമതായി അവർ പയറ്റിയ തന്ത്രം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെയായിരുന്നു. ഭൂപടം എടുത്തു നോക്കിയാൽ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ വൻകരകളുടെ നടുക്കാണ് ദുബായ്. ലോക ജനസംഖ്യയുടെ 2 ഭാഗത്തിനും ദുബായിലേക്ക് എത്തുവാൻ 8 മണിക്കൂറിൽ താഴെ മാത്രം സമയം മതി. ഈ അനുകൂല സാഹചര്യം എമിറേറ്റ്സ് കൃത്യമായി ഉപയോഗിച്ചു. അങ്ങനെ ലോകത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഹബായി ദുബായി അവർ മാറ്റി. രണ്ടാമതായി അവർ പയറ്റ തന്ത്രം എന്ന് പറയുന്നത് ആഡംബരവും സർവീസും തന്നെയാണ്. മറ്റ് എയർലൈനുകൾ ചിലവ് ചുരുക്കാൻ നോക്കിയപ്പോൾ എമിറേറ്റ്സ് യാത്രക്കാർക്ക് പരമാവധി സുഖ സൗകര്യങ്ങൾ നൽകി. 1990കളുടെ തുടക്കത്തിൽ തന്നെ എല്ലാ സീറ്റുകളിലും പേഴ്സണൽ TV സ്ക്രീനുകൾ അവതരിപ്പിച്ച ആദ്യ എയർലൈനുകളിൽ ഒന്നായി എമിറേറ്റ്സ് മാറി. മൂന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത് സ്വന്തം ലിവറിയും ബ്രാൻഡിങ്ങും തന്നെയാണ്. വെളുത്ത ബോഡിയിൽ UAE പതാകയുടെ വർണ്ണങ്ങളുള്ള വാലുകളും അറബിക് ഇംഗ്ലീഷ് അക്ഷരങ്ങളിലുള്ള എമിറേറ്റ്സ് എന്ന വലിയ പേരും എയർലൈനിന്റെ ഗാംഭീര്യം കൂട്ടി. 2000കളിൽ എമിറേറ്റ്സ് എടുത്തത് ലോകത്തെ ഞെട്ടിച്ച ചില ധീരമായ തീരുമാനങ്ങളായിരുന്നു. വലിയ വിമാനങ്ങളായ ബോയിങ് 777ഉം ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനമായ എയർബസ് A380 എന്നിവ 100 കണക്കിന് എണ്ണം എമിറേറ്റ്സ് ഓർഡർ നൽകി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എയർബസ് A380 വിമാനങ്ങൾ കൈവശമുള്ളത് എമിറേറ്റ്സിനാണ്. വിമാനത്തിനുള്ളിൽ ഷവർ ബാത്ത്, ബാർ കൗണ്ടർ, ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് സിസ്റ്റമായ ICE എന്നിവ നൽകി അവർ യാത്രയെ ഒരു അനുഭവമാക്കി മാറ്റി. കൂടാതെ ഫുട്ബോൾ ഭീമന്മാരായ റിയൽ മാഡ്രിഡ്, ആഴ്സണൽ, മിലാൻ, ഒപ്പം ഫോർമുല 1, ICIC ക്രിക്കറ്റ് ടൂർണമെന്റുകൾ എന്നിവയിലെല്ലാം കോടികൾ മുടക്കി സ്പോൺസർഷിപ്പ് നേടി. എമിറേറ്റ്സ് എന്ന പേര് ലോകത്തിലെ ഓരോ കോണിലുമുള്ള കായിക പ്രേമികളുടെ മനസ്സിൽ പതിപ്പിച്ചു. മരുഭൂമിയിലെ ചെറിയൊരു നഗരത്തിൽ നിന്ന് തുടങ്ങി സ്വന്തമായി വിമാനമില്ലാതെ വാടകയ്ക്കെടുത്ത് യാത്ര ആരംഭിച്ച എമിറേറ്റ്സ് ഇന്ന് 150ലധികം രാജ്യങ്ങളിലേക്ക് പറക്കുന്നുണ്ട്. ഒരു എയർലൈൻ എങ്ങനെ നടത്തണം എന്നതിന് ലോകത്തിന് തന്നെ മികച്ച മാതൃകയാണ് എമിറേറ്റ്സ്. ദുബായ് എന്ന നഗരത്തെ ലോകത്തിന്റെ കേന്ദ്രമാക്കുന്നതിൽ എമിറേറ്റ്സ് വഹിച്ച പങ്ക് ചെറുതല്ല.